മുബഷീർ, ലീഗിന്റെ ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടില്ലാത്ത സംഭവങ്ങളൊക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന നേതൃത്വം പ്രസിദ്ധീകരിച്ച ഒരു പട്ടികയ്ക്കെതിരെ ഈ മുൻ MLA ആയിരുന്ന ഒരാൾ തന്നെ, വലിയ നേതാവായ ഒരാൾ തന്നെ ഇതുപോലെ രംഗത്ത് വരുന്നതൊക്കെ ലീഗിനെ സംബന്ധിച്ച് അപൂർവമായി തന്നെ നമുക്ക് പറയാനാകും. എന്തായാലും സ്വതന്ത്രനായി മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് ഒരു മറുപടി ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. ഐഡിയോളജിക്കലി ലീഗുകാരനാണെന്നൊക്കെ പറയുന്നു. പക്ഷേ അനുനയ ശ്രമങ്ങളൊക്കെ ഇപ്പോഴും തുടരുന്നുണ്ടോ? എന്താണ് നമ്മൾ ഇനി കാണാൻ പോകുന്ന കാഴ്ച രണ്ടത്താണിയുടെ കാര്യത്തിൽ? ഇടതുപക്ഷത്തിനൊപ്പം അങ്ങ് ചേർന്ന് മത്സരിക്കാനുള്ള ഒരു തീരുമാനമുണ്ടോ? റോഷി, ഒരു ദിവസം കൊണ്ട് സംഭവിച്ച നാടകീയ നീക്കങ്ങൾ എന്ന് തന്നെ ഈ വിഷയങ്ങളെ നമുക്ക് വിലയിരുത്തേണ്ടി വരും, വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം ഇന്നലെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം സാദിഖ് അലി ശിഹാബ് തങ്ങൾ നടത്തുന്നു. 25 മണ്ഡലങ്ങളിലേക്കുള്ള പട്ടിക പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ അബ്ദുറഹിമാൻ രണ്ടത്താണി, അദ്ദേഹം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്, സംസ്ഥാന സെക്രട്ടറിയാണ്. നേരത്തെ താനൂരിൽ നിന്നും 2 തവണ വിജയിച്ച MLA ആണ്. ഒരു തവണ താനൂരിൽ പരാജയപ്പെട്ടു, ഒരു തവണ പുനലൂരിൽ മത്സരിച്ച് അവിടെ നിന്നും പരാജയപ്പെട്ടു. ഇത്തവണത്തെ സ്ഥാനാർത്ഥി പട്ടികയിൽ അദ്ദേഹം തിരൂരങ്ങാടിയിൽ സ്ഥാനാർത്ഥിയായി വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അവിടെ തെന്നല പഞ്ചായത്തിൽ നിന്നും ഒരു വിഭാഗം ലീഗ് നേതാക്കൾ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് കുഞ്ഞാലിക്കുട്ടിയുടെ വിശ്വസ്തനായിട്ടുള്ള PMA സമീർ അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നു. തൊട്ടു പിന്നാലെ ഇന്ന് പുലർച്ചയോടുകൂടിയാണ് അബ്ദുറഹിമാൻ രണ്ടത്താണിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത്. ഒരുപക്ഷെ മുസ്ലിം ലീഗിന്റെ നേതാക്കളെ വരെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റായെന്ന് മാറുന്നു. അതിരൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിക്കുന്നു. തഴയപ്പെട്ടതിന് കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് PMA സമീറിന്റെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ്. PMA സമീറിന് ആർക്കാണ് അറിയുക, അദ്ദേഹം ആരാണെന്നുള്ളൊരു ചോദ്യമായിരുന്നു ആ പോസ്റ്റിലൂടെ അബ്ദുറഹിമാൻ രണ്ടത്താണി ചോദിച്ചിരുന്നത്. അവിടെ സമുന്നതരായിട്ടുള്ള ലീഗ് നേതാക്കൾ, AK ആന്റണിയെ പോലെയുള്ള UDF നേതാക്കൾ മത്സരിച്ച മണ്ഡലമാണ് തിരങ്ങാടി. അവിടേക്ക് എന്തുകൊണ്ടാണ് PMA സമീറിനെ പോലെ ഒരാളെ തെരഞ്ഞെടുത്തതെന്നൊരു ചോദ്യം അദ്ദേഹം ഉന്നയിക്കുന്നു. ആ പോസ്റ്റ് അദ്ദേഹം പബ്ലിഷ് ചെയ്തിപ്പോൾ മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു. ഇപ്പോഴും അത് പിൻവലിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. എന്തായാലും അദ്ദേഹത്തെ സംബന്ധിച്ച് സ്ഥാനാർത്ഥിത്വം പൂർണ്ണമായിട്ടും നിഷേധിക്കപ്പെട്ടു. തൊട്ടു പിന്നാലെയാണ് അതിനാടകീയമായിട്ടുള്ള രംഗങ്ങൾ മലപ്പുറം ജില്ലയിൽ നടക്കുന്നത്. അതായത് CPM നേതാക്കൾ അദ്ദേഹത്തെ ബന്ധപ്പെടുന്നുണ്ട്. അദ്ദേഹം ആവശ്യപ്പെടുന്ന ഏത് മണ്ഡലം മത്സരിക്കാൻ നൽകാൻ എന്നുള്ളതായിരുന്നു CPM നേതാക്കൾ അദ്ദേഹത്തെ അറിയിച്ചിരുന്നത്. പക്ഷേ ചില ഉപാധികൾ CPM നേതൃത്വത്തോട് അദ്ദേഹം അറിയിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 3 മണ്ഡലങ്ങളാണ് CPM പ്രധാനമായിട്ടും അദ്ദേഹത്തോട് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് തിരൂർ നിയോജക മണ്ഡലമാണ്. തിരൂർ നിയോജക മണ്ഡലത്തിൽ നിലവിൽ CPM ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതൊരു പക്ഷേ പിൻവലിക്കാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തേത് താനൂരാണ്. അദ്ദേഹം 2 തവണ വിജയിച്ച MLA ആയ മണ്ഡലമാണ്. അവിടെ നിന്നും ഒരു സ്വതന്ത്ര പരീക്ഷണം നടത്താൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിശേഷം ആ മണ്ഡലത്തെ, ആ പ്രദേശത്തെ, അവിടെയുള്ള ജനങ്ങളെ കൃത്യമായി അറിയുന്ന, അവിടെ പ്രവർത്തിച്ച ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അവിടെ നിന്നും ഒരുപക്ഷെ മറ്റൊരു പാളയത്തിലെത്തി മത്സരിച്ചാൽ വിജയിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷ അദ്ദേഹത്തെ സംബന്ധിച്ചുമുണ്ട്. മൂന്നാമത് നിലനിൽക്കുന്നത് തിരൂരങ്ങാടിയാണ് കുറച്ച് കൂടുതൽ താല്പര്യം ഈ രണ്ടത്താണിയെ സംബന്ധിച്ചെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ തിരൂരങ്ങാടിയിൽ നിലവിൽ CPI ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അജിത് കോളാടിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ CPM ഒരു ആവശ്യം CPIയോട് പറഞ്ഞിട്ടുണ്ട്. രണ്ടത്താണിയെ പോലെ ഒരാളെ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ അത് വടക്കൻ കേരളത്തിൽ തന്നെ LDFനെ സംബന്ധിച്ച് വലിയ മുതൽക്കൂട്ടായി മാറും. തിരൂരങ്ങാടിയിൽ ഒരു ഇടത് സ്വതന്ത്ര പരീക്ഷണം നടത്തിയാൽ അത് വിജയിക്കാനുള്ള സാധ്യതയുണ്ടെന്നും ഒരു വിഭാഗം CPM നേതാക്കൾ ചൂണ്ടിക്കാണിച്ചു. ഇക്കാര്യത്തിൽ CPI ഒരു തീരുമാനമെടുത്തിട്ടില്ല. അതുകൊണ്ടാണ് പ്രഖ്യാപനം വൈകുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ അബ്ദുറഹിമാൻ രണ്ടത്താണിയോട് നമ്മൾ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്, ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി താങ്കൾ മത്സരിക്കുമോ? അക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു മറുപടി പറയാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല. സ്ഥാനാർത്ഥിയാകുന്ന കാര്യത്തിൽ അദ്ദേഹം അത് നിഷേധിക്കുന്നില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ കാണേണ്ടതുണ്ട്. CPMന്റെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് അവരാണ്, അത് അവർ പറയുമെന്നുള്ളതാണ് രണ്ടത്താണി ചൂണ്ടിക്കാണിക്കുന്നത്. തന്റെ കാര്യങ്ങൾ ആവശ്യമായ ഘട്ടത്തിൽ തന്നെ താൻ പറയും. അതായത് ചർച്ചകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. CPM നേതാക്കൾ തന്നെ ഇപ്പോഴും ബന്ധപ്പെടുന്നുണ്ട്, കൂടിയാലോചനകൾ തുടരുന്നുണ്ട്. തന്റെ നിലപാട്, താൻ ഇടതുപാളയത്തിലേക്ക് പോകുമോ എന്നുള്ളത് നിലപാട് താൻ ആവശ്യമായ ഘട്ടത്തിൽ രേഖപ്പെടുത്തുമെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. തന്റെ വീട്ടിലെ എല്ലാ വിഭാഗം ആളുകളും വരും, പ്രത്യേകം കാരണമൊന്നും തന്നെ അതിനില്ല എന്നുള്ളത് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എല്ലാവർക്കും ഉള്ളതുപോലെ മത്സരിക്കാൻ താല്പര്യം തനിക്കുമുണ്ടായിരുന്നു. അത് അബ്ദുറഹിമാൻ രണ്ടത്താണി അംഗീകരിക്കുന്നു. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തിരൂരങ്ങാടി നിയോജക മണ്ഡലത്തിൽ വീണ്ടും ഒരു മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന പ്രതീക്ഷ അബ്ദുറഹിമാൻ രണ്ടത്താണിയെ സംബന്ധിച്ചുണ്ടായിരുന്നു. ലീഗിലെ ചില ഉന്നത നേതാക്കൾ അദ്ദേഹത്തിന് ഉറപ്പ് കൊടുത്തിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രാഥമികമായുള്ള ചില പ്രവർത്തനങ്ങൾ മണ്ഡലം കേന്ദ്രീകരിച്ച് അദ്ദേഹം ആരംഭിച്ചിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായിട്ടാണ് PK കുഞ്ഞാലിക്കുട്ടിയുടെ വിശ്വസ്തനായിട്ടുള്ള PMA സമീറിനെ അവിടെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിക്കുന്നത്. ആരാണ് PMA സമീർ? അദ്ദേഹം താഴെത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ചു വന്ന വ്യക്തിയാണോ? ലീഗ് പ്രവർത്തകർക്ക് ആർക്കും അറിയില്ല PMA സമീർ ആരാണെന്ന്. PK കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു PA പോലെ ജോലി ചെയ്തിരുന്ന PMA സമീറിനെ പോലെ ഒരാളെ മുസ്ലിം ലീഗിന്റെ
പത്തനാപുരം കോട്ടയായ തിരൂരങ്ങാടിയിലേക്ക് പരിഗണിക്കുന്നതോടുകൂടി തങ്ങൾമാരുടെ നിഷ്കളങ്കമായിട്ടുള്ള പെരുമാറ്റത്തെ ഉൾപ്പെടെ അവിടെ ദുരുപയോഗം ചെയ്തു എന്നുള്ളതായിരുന്നു രണ്ടത്താണ് ചൂണ്ടിക്കാണിച്ചത്. എന്തായാലും ചർച്ചകൾ വലിയ രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്, നടക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇന്ന് തന്നെ രണ്ടത്താണിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടത് പാളയത്ത് നിന്നുള്ളൊരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. വിശേഷം ഇന്നിപ്പോൾ പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവൻ അദ്ദേഹത്തെ പുകഴ്ത്തി സംസാരിച്ച് നമ്മൾ കേട്ടതാണ്. മികച്ച നേതാവാണ്, ലീഗിനെ വലിയ വെല്ലുവിളി നേരിട്ട സമയത്തൊക്കെ തന്നെ പ്രതിരോധം തീർത്ത നേതാവായിരുന്നു രണ്ടത്താണി എന്നുള്ളതായിരുന്നു വിജയരാഘവനും പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ചർച്ചകൾ തുടരുന്നു. ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷം തീരുമാനമെടുക്കാനാണ് CPM-ന്റെയും നിലപാടുകൾ. ഓക്കെ, നമുക്ക് കാത്തിരുന്ന് കാണാം രണ്ടത്താണി മത്സരിക്കുമോ എന്നുള്ളത്. ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടുകൂടി ഒരു മത്സരം നടന്നാൽ അത് എവിടെ തിരൂരങ്ങാടിയിൽ തന്നെ ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ നമുക്ക് ആകാംക്ഷയോടുകൂടി നമ്മൾ കാത്തിരിക്കുന്നതാണ്.